കായംകുളം നടക്കാവ് LPS സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഗോപികൃഷ്ണൻ പതാക ഉയർത്തി. കായംകുളം നടക്കാവ് LP സ്കൂളിൽ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിവിധ പരിപാടികളോടെ നടന്നു. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഗോപികൃഷ്ണൻ പതാക ഉയർത്തി. തുടർന്ന് റാലിയും യോഗവും നടന്നു. PTA പ്രസിഡന്റ് ജോജിമോൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ അൻസാരി കോയിക്കലേത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകൻ Y ഇർഷാദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അതേ അവസരത്തിൽ എന്താണ് സ്വാതന്ത്ര്യം, എന്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്, നമുക്ക് എങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം വേണ്ടിവരിക എന്നതിനെ കുറിച്ച് പറയാൻ, നമുക്ക് എത്രമാത്രം സ്വാതന്ത്ര്യമാകാം അങ്ങനെയുമുണ്ടല്ലോ. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എവിടെ വരെയാണ്, ആ സ്വാതന്ത്ര്യത്തിന്റെ പരിധി എവിടം വരെയാണ് എന്ന് പറയാറുണ്ട്. മെസ്സി നല്ലൊരു കളിക്കാരനാകുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കും. മെസ്സി നല്ലൊരു കളിക്കാരനാകുന്നത് ഒരു മികച്ച കളിക്കാരൻ മാത്രം മെസ്സി ആയതുകൊണ്ട് മാത്രമാവില്ല. എന്താ കാര്യം? എതിരെ കളിക്കുന്നയാൾ കുതികാൽ വെച്ച് മെസ്സിയെ മറിച്ചിട്ടാൽ മെസ്സി വലിയ കളിക്കാരനൊന്നും ആകത്തില്ല. അയാളുടെ കാല് കുത്തിയൊടിച്ച് പറഞ്ഞു വിട്ടാൽ ആകത്തില്ല. അപ്പൊ എന്തുണ്ട്? കളിക്കൊരു നിയമമുണ്ട്, കളിക്കൊരു ബൗണ്ടറി ഉണ്ട്, അല്ലേ? കളിക്കെന്ന് വെച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിനൊരു പരിധിയുണ്ട്. ഈ കളത്തിന് പുറത്തു പോയാൽ ഔട്ടാണ്. നമ്മൾ ഷട്ടിൽ കളിക്കുമ്പോൾ, നമ്മൾ ടെന്നീസ് കളിക്കുമ്പോൾ, നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ കളത്തിന് പുറത്തു പോയാൽ എന്താണ് ഉറക്കെ പറയൂ, ഔട്ടാണ്, അല്ലേ? അപ്പൊ കളിക്കാരൻ നമ്മുടെ പരിധി കിട്ടുമോ? അപ്പൊ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു വൃത്തമുണ്ട്. ആ വൃത്തത്തിനുള്ളിലാണ്. അവിടെയാണ് മെസ്സി മികച്ച കളിക്കാരനാകും. എതിരാളിക്ക് ചില നിയമമുണ്ട്, മെസ്സിക്കുള്ളത് പോലെ തന്നെ. അങ്ങനെ കുതികാൽ വെച്ചാൽ എന്ത് ചെയ്യും? അയാളെ ഔട്ടാക്കും, അയാളെ കളിയിൽ നിന്ന് ചുവപ്പ് കാർഡ് കാണിച്ച് പുറത്താക്കും, അല്ലേ? ഇതും കടന്ന് നമുക്ക് നൽകിയിട്ടുള്ള പരിധിക്കുള്ളിൽ ആ സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതുപോലും ലംഘിക്കപ്പെടുന്ന സ്ഥലത്താണ് നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നത്. നമ്മൾ വീട്ടിൽ താമസിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വളരെ സ്വസ്ഥമായിട്ട് നല്ല സന്തോഷത്തോടെ ഇങ്ങനെ താമസിച്ചു വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എവിടുന്നോ കുറച്ചാളുകൾ നമ്മുടെ വീട്ടിൽ വന്ന് കലവും കുടവും പാത്രങ്ങളും തവിയും ഒക്കെ ആയിട്ട് വന്ന് നമ്മുടെ അടുക്കള അങ്ങ് കീഴടക്കി. എന്നിട്ട് അവർ വെപ്പും കുടിയും ഒക്കെ തുടങ്ങി. എവിടോ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വേറെ കുറച്ച് ആൾക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങി. നമ്മൾ കട്ടിൽ കിടക്കാൻ ചെന്നപ്പോൾ ആരെ കാണാം? അവരെ കാണാം. അവരാ കട്ടിൽ കിടന്നുറങ്ങുന്നു. നമ്മൾ അവിടുന്ന് മാറാൻ പറഞ്ഞപ്പോൾ അവർ മാറുന്നില്ല, അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായി? മാത്രമല്ല, അടുത്ത ദിവസമായപ്പോൾ നമ്മൾ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ പോയപ്പോൾ അവർ പറഞ്ഞു, പറ്റില്ല, ഇത് ഞങ്ങളുടെ അടുക്കളയാണ് എന്ന് അവർ പറയുന്നു. നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കുമോ? എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അവർക്കെതിരെ പൊരുതും. അവരെ പുറത്താക്കാൻ എന്ത് ചെയ്യും എന്നാലോചിക്കും, അല്ലേ? അങ്ങനെ നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു പോരാട്ടത്തിനൊടുവിൽ നമ്മളെ അടക്കി ഭരിച്ച വൈദേശിക ശക്തിയായിട്ടുള്ള ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ഒരു പോരാട്ടത്തിന്റെ വിജയമാണ് 1947 ഓഗസ്റ്റ് 15 നമ്മൾ. മാതൃസംഗമം പ്രസിഡന്റ് അശ്വതി, PTA അംഗം അംബുജാക്ഷൻ, അധ്യാപകരായ D. ഓമനക്കുട്ടൻ, KG ലേഖ, നസീറ, അനന്ത ദർശൻ നമ്പൂതിരി, നസീറ, ഷഹാന തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത നന്ദി പറഞ്ഞു. ചടങ്ങിൽ ഗാൽബൻ താഴ്വരയിൽ നടന്ന ഇന്ത്യ-ചൈന യുദ്ധത്തിൽ പങ്കെടുത്ത വീരസൈനികൻ വിഷ്ണുവിനെ ആദരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.